ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെക്കേഷൻ ഒക്കെ അല്ലേ, അപ്പോൾ ഇന്നൊരു കുട്ടി ട്രിപ്പാണേ ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വാഗമണ്ണാണ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. അതിൻ്റെ ഇടയ്ക്കാണ് ചൂടും. ഫൈനലി നമ്മൾ അവിടെ എത്താറായപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി തണുപ്പൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു ചെറിയ തണുപ്പുണ്ടായിരുന്നു. നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ സമയം 1 മണി ആവാറായി. നമുക്കിത് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടു. നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ക്യാപ്പ് വെച്ചു. പിന്നെ അവിടുത്തെ പാസ് എടുത്ത് നമ്മളവിടെ മൊത്തം ചുറ്റി കാണാൻ പോയി. എത്ര തവണ കണ്ടാലും മതി വരാത്ത വ്യൂ ആണ് നമ്മുടെ വാഗമണ്ണിന്. പിന്നെ നമ്മളവിടെ പോയി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ ഈ കാണുന്ന ചെടിയുടെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തേ. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ. പിന്നെ നല്ല കാറ്റായിരുന്നു ഗൈസ് അവിടെ. പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്തെടുത്തോട്ട് പോയി ഗൈസ്. പോകുന്ന വഴിയൊക്കെ കണ്ടില്ലേ, വണ്ടികൾ പാർക്ക് ചെയ്ത കാരണം നമുക്കൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ല. നല്ല ചൂടൊക്കെ അല്ലേ, ഇനി ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് ഓർത്തു. ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ കോൺ ഐസ്ക്രീമാണ് കഴിച്ചത്. ഐസ്ക്രീം കിട്ടിയതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് നല്ല രീതിയിലുണ്ട്. പിന്നെ നമ്മൾ കാറിൽ പോയിട്ട് ഐസ്ക്രീം കഴിച്ചു. നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കൊട്ടവഞ്ചി ഒക്കെ ഉള്ളൊരു സ്പോട്ടാണേ. ഞാനിവിടെ വന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ കൊട്ടവഞ്ചിയാണ് ഗൈസ്. എനിക്ക് കൊട്ടവഞ്ചി കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ അവിടെ നല്ല രസമായിരുന്നു ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ എന്താ രസം. പിന്നെ നമ്മൾ കൊട്ടവഞ്ചി കയറാൻ പാസ് എടുക്കാൻ പോയി. അപ്പോഴാണ് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ കുറയട്ടെ, എന്നിട്ട് പാസ് എടുക്കാൻ നോട്ടു. അതുവരെ നമ്മൾ അവിടെയൊക്കെ ചുറ്റി കണ്ടു ഗൈസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫിഷിനെയൊക്കെ കണ്ടു. ഈ ഫിഷിൻ്റെയൊക്കെ പേര് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്, പക്ഷെ ഞാൻ മറന്നുപോയി. ഫിഷിനെയൊക്കെ കണ്ട് എൻ്റെ ഓപ്പോസിറ്റ് തന്നെ കുറേ ബേർഡ്സിനെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ബേർഡ്സിനെ പോയി കാണാമെന്ന് പറഞ്ഞു. പലതരം ബേർഡ്സ് തന്നെ ഉണ്ട് ഗൈസ് അവിടെ. ബേർഡ്സിനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടു ഗൈസ്. അപ്പം പിന്നെ ഊഞ്ഞാലാടാൻ വേണ്ടി പോയി. എനിക്കാണ് ഊഞ്ഞാലാടാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ അവിടെ നിന്ന് കുറേ നേരം ഊഞ്ഞാലാടി ഗൈസ്. പിന്നെ കൊട്ടവഞ്ചിയുടെ അവിടെ തിരക്ക് കുറഞ്ഞു ഗൈസ്. അപ്പോൾ പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയി. ഫൈനലി നമ്മൾ കൊട്ടവഞ്ചി കയറി ഗൈസ്. കുറേ മീനുണ്ടായിരുന്നു ഗൈസ്, നല്ല രസമായിരുന്നു. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. പിന്നെ അവിടെ തന്നെയുള്ള ഒരു കഫേ കയറി പഴംപൊരിയും കോഫിയും കുടിച്ച്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ.